ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ്. സോ ഓക്കെ സോറി. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. സോ മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഇന്ന് പറ്റുന്ന വിധത്തിൽ നമ്മളെ വീടുണ്ടാക്കാൻ പോവാണ് ഗൈസ്. പറ്റുന്ന വിധത്തിൽ. അയ്യോ ഗൈസ്, എന്തൊക്കെയോ ഓടി വരുന്നുണ്ട്, പേടിപ്പിക്കല്ലേ. ഓക്കെ, റിസ്യൂം. ഓക്കെ, അയ്യോ ഗൈസ്, രാത്രി ആകുമ്പോഴാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം ഉറക്കാം. നമ്മളിന്ന് പറ്റുന്ന വിധത്തിലൊരു വീടുണ്ടാക്കാൻ പോവാണ്. സോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് കിടന്നുറങ്ങണം. സോ കിടന്നുറങ്ങണം. ഈ ജന്തുക്കൾ ഭയങ്കര ശല്യമില്ല കൈസ്. ഓക്കെ, നമ്മൾ വേറെ എന്തെങ്കിലും കൈ പിടിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. ഓക്കെ, സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പറ്റണ വിധത്തിൽ നമ്മളൊരു വീടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. സോ വീട് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഷവലെടുക്കണം, കാരണം അവിടുത്തെ മണ്ണ് ഫുള്ള് നമുക്ക് തോണ്ടിക്കളയാറുണ്ട്. ഓക്കെ, ഓക്കെ, ഷവലിനൊരു കല്ല് വേണം. കല്ല് ഫുള്ള് തീർന്നാ. കല്ല് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചോക്കായിരുന്നതുകൊണ്ട്. എവിടെ? യെസ് കല്ല് ഇതിൻ്റെ അകത്താണ്. ഓക്കെ, കല്ല് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഷവൽ ഉണ്ടാക്കാം. തേങ്ങ. ഓക്കെ, ഓക്കെ, ഷവലെടുത്തിട്ടുണ്ട്. ഷവലും കൊണ്ട് നമുക്ക് നേരെ ആ സ്ഥലം ഫുള്ള് കുഴിക്കിറങ്ങാം. സോ ഇവിടെ കുറേ ചെമ്മരിയാടികളൊക്കെ നടപ്പുണ്ട്. സോ ഒറ്റകളൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ക്രീപ്പർ യെസ്, ക്രീപ്പർ മഹാശല്യമാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു കാട്ടിൽ പോയി പൊട്ടിത്തെറിപ്പിക്കണം പുള്ളീനെ. നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം, കാരണം ഇവിടെ വലിയ സീനില്ല. വാ എൻ്റെ വാളെന്തിയേ? ഇതെത്ര? ഓക്കെ, ഗൈസ് കൊന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പുള്ളിക്കാരനെ നമ്മളിങ്ങനെ അടിച്ചടിച്ച് കൊന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ചെറിയൊരു പ്രോയൊക്കെ ആയി വരുന്നുണ്ട്. സോ ഇതൊന്നും പോരാ ഗൈസ്, പണ്ടത്തെ അത്രയൊക്കെ ആവണം. ഓക്കെ, നമുക്കിനി ഈ സ്ഥലം ഫുള്ള് കുഴിച്ച് ഈ ഇവിടുത്തെ മണ്ണൊക്കെ എടുത്ത് കളയണം ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും വേണ്ട. ഓക്കെ, കാരണം നമുക്ക് വീട് പണിയണ്ടേ. എത്ര നാൾ ഇവന്മാർ ഓസി ജീവിക്കും? ഇവന്മാരുടെ കയ്യിൽ ഓസാനായിട്ടൊന്നും ഇല്ല ഗൈസ്. സോ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു വീടൊക്കെ വേണം. ഓക്കെ, കൂടെ അവരുടെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു ഡയമണ്ടാണ്. സോ ഡയമണ്ട് നല്ല കാര്യമാണ്, പക്ഷേ നമുക്ക് സർവൈവ് ചെയ്യാൻ അത് പോരാ. ഫുഡും ഇതൊക്കെ വേണം. സോ ഫുഡും ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങും. സോ അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കല്ലൊക്കെ പറക്കാൻ പോകണം. സോ ഭയങ്കര ടാസ്ക്കാണ് ചേച്ചി ഒരു വീട് പണിയാണ് പരിപാടിയൊക്കെ. ഓക്കെ, എന്തൊക്കെയോ സൈഡിൽ വരുന്നുണ്ട്. സോ അത് നമുക്ക് കാര്യമാക്കണ്ട. ഈ സ്ഥലം ഫുള്ളങ്ങ് കുഴിച്ച് മൂടല്ല ഗൈസ്, കുഴിച്ചിട്ട് ഈയൊരു ഓട്ട വരേണ്ട ഭാഗത്തൊക്കെ നമുക്ക് മൂടണം. അവിടെ ഒന്നും ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. ഓക്കെ, ഇവിടുത്തെ സ്ഥലം ഫുള്ള് നമുക്ക് കാലിയാക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡേർട്ട് എടുത്തിട്ട് സൈഡിൽ വെച്ചാൽ മതിയായിരുന്നു അല്ലേ. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഡേർട്ടിൻ്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കോരിക്കളയാം. മണ്ടത്തരം രണ്ടും ഒന്നും ചെയ്യില്ല ഗൈസ് നമ്മൾ. ഇല്ല, എനിക്കത് ബുദ്ധി നേരത്തെ തോന്നിയില്ല. ഒക്കെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഇച്ചിരി ബുദ്ധിയൊക്കെ വേണം. സോ നമ്മളെന്തായാലും കളിച്ച് ഇനി പ്രോയാവുന്നതാണ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു സ്ഥലം ഫുള്ള് അലമ്പാക്കിയിട്ടിട്ടുണ്ട് നമ്മൾ. എങ്ങനെയൊക്കെ ഇരുന്നിരുന്ന സ്ഥലമായിരുന്നു ഗൈസ്. ഓക്കെ, 64 ഡേർട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത കുഴിയൊക്കെ ഇനി മൂടാം. കുറേ കുഴി അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതും മൂടാം. മൂടറ പൊട്ട. ഓക്കെ, ആ ഒരു സ്ഥലത്തൊക്കെ ഈ സാധനങ്ങൾ വന്നു തുടങ്ങി. അവിടെയൊക്കെ പുല്ല് വന്നു തുടങ്ങുന്നുണ്ട്. സോ ഈ ഒരു കുഴി കുഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല.
ഗൈസ് എനിക്ക് തെറ്റുപറ്റി. സോ ഞാനെല്ലാം കൂടി ഇനി മണ്ണിട്ട് മൂടാൻ പോണു. ഓക്കെ സോറി, ഞാൻ ഈ കുഴിയൊന്നും എടുക്കണ്ടായിരുന്നു. കുറേ നേരം പോയി. നേരം കളയാനില്ല, നമുക്ക് കുറേ പണിയുണ്ട്. സോ നമ്മൾ ഈ ഒരു സ്ഥലം ഫുള്ള് മൂടാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക എന്ത് ബണ്ടനാന്ന് ഞാൻ. യെസ് ഗൈസ്, നിങ്ങൾ ചോദിച്ചു ശരിയാണ്. എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല എന്ത് ചെയ്യാൻ. സോ ആരും എന്നെ പിടിച്ച് കളിയാക്കരുത്. ഓക്കെ സൈഡിൽ ബ്ലോക്കൊക്കെ വരുന്നുണ്ട്. സോ അടുത്തതായിട്ട് നമ്മുടെ പരിപാടി എന്താണ് ഗൈസ്? നമുക്ക് നേരെ നമ്മുടെ പിക്കാക്സ് എടുത്ത് കല്ല് എടുക്കാൻ പോകണം. സോ ഇതാണ് ഗൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുണ കേവ് ഗൈസ്. ഗുണ കേവിനേക്കാളും വലുതാണ് ഗൈസ് അത്. കണ്ട കിടക്കണ കിടപ്പ് കണ്ട നമ്മുടെ ഗുണ കേവ് ഗൈസ്. അയ്യോ ഗൈസ് ചാവല്ലേ. ഓ ചത്തില്ല. ഓക്കെ ഭാഗ്യം. ഇനി ഇവിടെ മറ്റേ ജന്തുക്കളൊക്കെ ഉണ്ടാവും ആയിരിക്കും. അവറ്റങ്ങളുടെ ഒന്നും കൂടി ഇനി അടി കിട്ടാവുള്ളൂ. സോ നമുക്ക് എന്തായാലും കല്ല് ഉറക്കാം, കാരണം വീട് പണിക്ക് ഇച്ചിരി കല്ലിൻ്റെ ആവശ്യമുണ്ട്. മച്ചന്മാരെ ഞാൻ ഇവിടുന്ന് കുറച്ച് കല്ലെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ബക്കറ്റൊക്കെ കൊണ്ടുവരായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ അയണൊന്നും ഇല്ല വെള്ളം എടുക്കാൻ. അയൺ ഉണ്ടെങ്കിലേ ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബക്കറ്റ് ഉണ്ടെങ്കിലേ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്തൊരു കഷ്ടമാണ് നോക്ക്. ഓ ഗൈസ്, നമ്മുടെ ഇതിലെ ഫസ്റ്റത്തെ ഓറ്. സോ എന്തായാലും നമുക്ക് ഇതൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ ന്യൂ റെസിപ്പി അൺലോക്ക്ഡ് ഗൈസ്. നമുക്ക് എന്തായാലും ഈ ഓറൊക്കെ കളക്ട് ചെയ്യാം. ഇനി കോളൊക്കെ കിട്ടണം ഗൈസ് നമുക്ക്. ഗൈസ് നമ്മൾ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ റിച്ചായി വരും. ഡയമണ്ടും ഗോൾഡും ഒക്കെ കണ്ടുപിടിക്കണം. സോ ഇതാണ് നമ്മുടെ വീഡിയോ മൈൻക്രാഫ്റ്റ് സീരീസിലെ ഫസ്റ്റ് നമ്മളെടുത്ത ഓറാണ് ഗൈസ് ഇത്. ഫസ്റ്റ് ഓറിൻ്റെ പേരെന്നിട്ടാ കോപ്പറല്ലേ സാധനം? കോപ്പർ. ഓക്കെ ചോപ്പർ 2020 ചോപ്പർ. അയ്യോ ഓ ഗ്രാവൽ ഗൈസ്, പണ്ടാരം പിടിക്കാനായിട്ട്. ഓക്കെ ഈ ഗ്രാവൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നിടത്ത് ഫുള്ള് ശല്യമാണ് ഗൈസ്. ഗ്രാവലും സാൻഡും ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒക്കെ നിലത്തോട്ട് വീണോണ്ടിരിക്കും. തീരെ ലോജിക്കില്ലാത്ത ഗെയിമാണ് ഈ ഒരു മൈൻക്രാഫ്റ്റ്. എന്നിട്ട് സാൻഡിനൊക്കെ ഇത്ര ലോജിക്ക് കൊടുത്തു. ഓഹ് എൻ്റെ പൊന്നും മൊജാങ്കേ, സമ്മതിക്കണം. ഓക്കെ നമ്മൾ അവിടുത്തെ കോപ്പർ ഫുള്ള് വാരി എടുത്ത്. ഓക്കെ നമുക്ക് വിശക്കുണ്ട്. സോ നമുക്ക് എന്തായാലും കുറച്ച് ബ്രെഡ് വാരി തിന്നാം. ബ്രെഡ് കൊണ്ടുവന്ന് എന്തായാലും നന്നായി. ഓക്കെ ബ്രെഡ് തിന്ന് നമ്മൾ വിശപ്പടക്കി. കുറേ കല്ലിൻ്റെ ആവശ്യമുണ്ട്, കാരണം ഇത്രയും വലിയ വീടാണ് നമ്മൾ പണിയാൻ പോകുന്നത്. അത്രയും ഞാനതിനെ കണ്ടതിൽ വെച്ച് ഏറ്റവും എളുപ്പവും പിന്നെ നമുക്ക് താമസിക്കാൻ അത്യാവശ്യം വലുതുമായിട്ടുള്ളൊരു വീടാണ് കഴിച്ചത്. സോ നമ്മളതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമ്മൾ എന്താ പറയുക, ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും ആഡംബരമായിട്ടൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. ചൊക്കളി വീടൊന്നും പണിഞ്ഞു വെച്ചിട്ടൊരു കാര്യമില്ല. ഓക്കെ യെസ് ഗൈസ്, നമ്മൾ കുഴി തോണ്ടിതേ പുറത്തേക്ക് എത്തിട്ടോ. ഓക്കെ കോപ്പറൊക്കെ എടുത്തത് മതി. ഓക്കെ നമുക്ക് ഇവിടെ ചെറിയൊരു അണ്ടർഗ്രൗണ്ട് വീടുണ്ടാക്കിയാലേ, കാരണം അതിനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ നമ്മളിവിടെ കല്ല്, നമ്മുടെ പിക്കാക്സിൻ്റെ കാലാവധി തീരാറായി. നമ്മളതിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാവാമോ? ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി പോയി എടുക്കേണ്ടി വരുമായിരിക്കും മിക്കവാറും. പക്ഷെ എന്തൊരു കഷ്ടമാണ്. നമ്മുടെ കയ്യിൽ അയണിൻ്റെ വുഡിൻ്റെ പിക്കാക്സ് ഉണ്ട്. സോ അത് വെച്ച് നമുക്ക് കുറച്ചുകൂടി കല്ലൊക്കെ കളക്ട് ചെയ്യാം. പിന്നെ അതേ ഗൈസ് കോള്. ഓക്കെ നമ്മുടെ രണ്ടാമത്തെ ഓറ് ഈ ഒരു മൈൻക്രാഫ്റ്റ് സീരീസിലെ കോളാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. നമ്മുടെ കോപ്പറിൻ്റെ ഉപയോഗം എനിക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് ഞാൻ കോപ്പറിനേക്കാൾ ഉപയോഗമുള്ളത് ഈ ഒരു കോറിനാണ്. അതന്നെ കോളിനാണ്. സോ കോൾ വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ടോർച്ചൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കോള് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പുള്ളിക്കാരൻ എമറാൾഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് കോള് കുറച്ചുകൂടി എടുക്കാം. കുഴി തോണ്ടി ആ ഗുഹയ്ക്ക് വിടാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതാണ് പേടി. ഓക്കെ എടാ ഇതിൻ്റെ എൻട്രൻസ് എവിടെയായിരുന്നു? എക്സിറ്റ് എവിടാ? ഓക്കെ ഗൈസ്, അവിടെ കുറച്ച് കോളുണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി എടുക്കാം. എനിക്ക് സ്ഥലം ഫുള്ള് കാണാപ്പാടാണ്. ഈ ഒരു ഭാഗം മാത്രം. അടിയിലത്തെ ഒരു സ്ഥലം എനിക്കറിയത്തില്ല. അടിയിലൊക്കെ നമുക്കിനി മൈനിങ്ങിനൊക്കെ പോകണം. ഓക്കെ
പക്ഷെ ഇവിടെ കുഴിക്കാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇവിടെ നിന്ന് എങ്ങാനും പൊട്ടിപ്പോയാലേ നേരെ അടിയിക്കാണ്. സോ അടി വീണ എന്തായാലും ചാവും. സ്റ്റെപ്പ് മൈ അയ്യോ ഗൈസ്, ജന്തു 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 സോംബി സോംബി ചത്ത. ഓ ഗൈസ് പണ്ടാറം, ഞാൻ ചോട്ട് ഗോസ്റ്റ് എല്ലാം വന്നു. സോ നമുക്ക് എന്തായാലും ബ്രെഡ് കാര്യം തിന്നാം. ഇനി ഇതുപോലത്തെ കുറേ ജന്തുക്കൾ വരാൻ കിടക്കണുള്ളൂ. ഓക്കെ എടാ കുട്ടി സോംബി, അയ്യോ എടാ കുട്ടി സോംബിന്റെ കൊന്ന്. എടാ എനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ ഒറ്റകളുടെയൊക്കെ അന്ത്യം. ഗൈസ് എനിക്ക് ദേഷ്യം വരുന്നു. കൺട്രോൾ വന്ന്. ഞാൻ ഇത്ര നേരം കളക്ട് ചെയ്ത എൻ്റെ കോപ്പറും തേങ്ങയും മാങ്ങയും ഒക്കെ പോയിന്നാണ് ആ ഗുഹേൻ്റെ അകത്ത് വീണെന്നാണ് തോന്നണേ. എന്തിയാവന്മാർ എന്നെ കൈകൊണ്ട് ഇടിച്ച് ഞാൻ കൊല്ലും ഗൈസ് എല്ലാത്തിനെ. നോക്കിക്കോ ഇല്ല ഗൈസ്, എനിക്ക് മൈൻക്രാഫ്റ്റിലേക്ക് ഭ്രാന്ത് വരുന്നൊരു കാര്യമാണ് ഗൈസ്. ഈ ചാവന്ത് മര്യാദയ്ക്ക് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാവുന്നത്. അമ്പോ സൂര്യാസ്തമയായി. അതിനേക്കാളും മുമ്പ് സൂര്യാസ്തമയത്തിനേക്കാളും മുമ്പ് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. അല്ലെങ്കിൽ അവറ്റകളുടെ ശല്യം വളരെ കൂടുതലാണ് ഈ ഒരു ആശു. ഓക്കെ ഗൈസ് എല്ലാം അവിടെ കിടപ്പുണ്ട്. ഓക്കെ എടുത്തോ. റോട്ടഡ് ഫ്ലീഷൊക്കെ എന്തിനാ? ഓക്കെ നമ്മുടെ കോളും തേങ്ങ വാങ്ങിയോ ഒന്നും പോയില്ല. ചിലതൊക്കെ അടി പോയി തോന്നുന്നുണ്ട്. നമുക്ക് ഈ തെറ്റത്തുനിന്ന് ഓക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. എൻ്റെ പിക്കാക്സൊക്കെ എന്തിയേ? ഒരു ബെഡും കൂടി എടുത്ത് വരായിരുന്നു. ഇവിടെ കിടന്നുറങ്ങായിരുന്നു. അമ്പോ അത് അടുത്ത സ്ഥലത്തുനിന്ന്. എടാ ഇൻവെൻട്രി. ഓ വെള്ളം താങ്ക് യൂടാ വെള്ളമേ. ഓക്കെ നമ്മുടെ ബ്രെഡും തേങ്ങയും കോപ്പൊക്കെ എന്തിയേ? പക്ഷെ ഇവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ വീറ്റ് അവിടെ കിടപ്പുണ്ട്. നമുക്ക് വീറ്റ് കൊടുക്കാം. സോ അയ്യോ ഗൈസ്, ഈ ഒരു കേവിനകത്ത് എന്തോ ഒഴുക്കാണേ വെള്ളത്തിന്. തുടക്കം തന്നെ 3G ആണ് ഗൈസ്. അവിടം വരെ ഞാൻ എങ്ങനെ പോവും എന്തോ. നമ്മുടെ കയ്യിൽ ടോർച്ചില്ലൊരു മണ്ണാങ്കട്ടയില്ല ഗൈസ്. അയ്യോ ഗൈസ് വില്ലേജർ സോംബി. എന്തിനാണ് എൻ്റെ വാള്? അല്ലേ വേണ്ട, ആക്സ് വെച്ച് ഫൈറ്റ് ചെയ്യാം. വില്ലേജർ സോംബിയോ? അയ്യോ വേണ്ട മതി. സോറി. ചത്ത്. അയ്യോ വില്ലേജർ സോംബിയോ എല്ലാം എടുക്കാമോ ഗൈസ്? ദേഷ്യം വരുന്നു. എൻ്റെ കൺട്രോൾ പോയി. എന്തിയാടാ എൻ്റെ കിടന്നുറങ്ങടാ. ഓക്കെ വാതിൽ തുറന്നിട്ടാണ് ഗൈസ് ഉറങ്ങുന്നത്. ഗൈസ് ഇന്ന് എടുത്തേ പറ്റൂ ഗൈസ്. എൻ്റെ സ്വഭാവം മാറി. ഇത്രയും നേരം കളിച്ചിരിച്ചിരുന്ന എച്ച് ഗെയിമർ അല്ല ഗൈസ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇത് അൾട്രാ വേഗത്തിലോടുന്ന ഈഗോയിസ്റ്റായ എച്ച് ഗെയിമർ. എൻ്റെ ഉള്ളിലെ ഈഗോയിസ്റ്റ് എച്ച് ഗെയിമർ ഉണർന്നിരിക്കുന്നു. വെള്ളി വീഴുന്നത്. ഓക്കെ മാസ് ഡയലോഗ് അടിക്കുന്ന നേരത്തെ തന്നെ തെറ്റിക്കോളും ഗൈസ്. ഇനി ഏത് വഴി അമ്പോ. ഓക്കെ നമുക്ക് എന്തായാലും വെള്ളത്തിൽ ചാടാം. വെള്ളമായിട്ടോയി വെള്ളമേ. അയ്യോ ഓക്കെ. എൻ്റെ മുത്തുമണികളെ രണ്ടാമത്തെ വട്ടമാണ് ഗൈസ് ഞാൻ ഇവറ്റങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ ഓറ് മറ്റേ സംഭവം നമ്മുടെ. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, മൈനിങ് ചെയ്തിട്ട് പോവാം. ഓക്കെ പിക്കാക്സ് കിട്ടി. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു അയൺ എടുത്തിട്ട് പോവാം. അയൺ മുഖ്യമാണ്. പിന്നെ നമുക്ക് ഷീൽഡൊക്കെ ഉണ്ടാക്കി പുറത്തിറങ്ങണം. അവന്മാർക്കൊക്കെ റിവഞ്ച് എടുക്കണം ഗൈസ് അവന്മാരുടെ അടുത്ത്. യെസ് ഗൈസ്, ന്യൂ റെസിപ്പി അൺലോക്കഡ്. എടുത്ത് വെച്ചത് എന്താണ്? എൻ്റെ ഈ സ്റ്റൈലല്ലേ. ഓക്കെ നമുക്ക് കുറേ അയൺ ഉണ്ട് ഗൈസ് ഇവിടെ. ഒക്കെ എടുത്തിട്ട് പോവാം. സന്തോഷമായി. ഒന്ന് പോയാൽ എന്താ, നമ്മൾ 10 തിരിച്ചു വരും ഗൈസ്. ഓക്കെ ഇവിടെ അയൺ ഉണ്ട്. സോ ഒന്നും കാണുന്നില്ല, ഇരുട്ടാണ്. ഒന്നാമത്തെ കേവാണ് ഗൈസ്. ഓക്കെ ഇനി നമുക്ക് അയണിൻ്റെ പിക്കാക്സും വാളും ഷീൽഡൊക്കെ ഉണ്ടാക്കി. ഷീൽഡാണ് ഗൈസ് മുഖ്യം. ബിഗിലേ. ഓക്കെ 2 ഗ്രാവൽ ഇരിപ്പുണ്ട്. സോ അത് ഗ്രാവൽ ഒരെണ്ണം അങ്ങനെ വെറുതെ പോയി. ചാടിയിടാ. ഓക്കെ ഒരു സമാധാനമുണ്ട്. ഒന്ന് പോയാൽ എന്താ. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടം വരെ വന്നതല്ല, മൈനിങ് ചെയ്തിട്ട് പോയാലാ.
നമ്മുടെ കയ്യിൽ പിന്നെ മൈനിങ് ചെയ്യണോ? ചെയ്യാം ഗൈസ്. എന്തായാലും ഇവിടം വരെ വന്നല്ലേ. ജന്തുക്കളെയൊന്നും കാണുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വെട്ടിക്കൊല്ലും ഗൈസ്. വാളുണ്ട് സൈഡിൽ കയ്യിൽ നമ്മുടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതുപോലത്തെ ഒരു ആരും അറിയാത്ത ഇടുങ്ങിയ സ്ഥലത്തേക്ക് കൂടെ ഒക്കെ പോവാം. ഓക്കെ, ഇടുങ്ങിയ സ്ഥലത്തൊരു തേങ്ങയില്ല. ഓക്കെ, മൈനിങ്. ഓക്കെ, വീടുണ്ടാക്കണേക്കാളും ഭേദം നമുക്ക് ഈ വീഡിയോ മൈനിങ്ങിൻ്റെ ആക്കിയാലോ? ഓക്കെ, ഒരു സോംബി അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, കുറേ വവ്വാലും കുട്ടി. അയ്യോ, ക്രീപ്പറാണ് ഗൈസ്. അയ്യോ, വീണ്ടും ക്രീപ്പർ. അയ്യോ, എല്ലാം ഇനി എൻ്റെ നേരെയാവും. സോറി ഏട്ടന്മാരെ, എനിക്ക് ഇപ്പോൾ അവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളതില്ല. കാരണം ഞാൻ അയണൊക്കെ എടുത്താണ്. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ചങ്ക് പൊട്ടി ചാവും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വെള്ളത്തിൽ കൂടെ. ഓക്കെ, കോളുണ്ട് അവിടെ. കോള് കുറച്ചിരിപ്പുണ്ട്. നമുക്ക് കോളും കൂടി എടുത്തിട്ട് പോവാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഗൈസ്, കോളും കൂടി എടുക്കാം. അയ്യോ, ഞാൻ താഴെ പോയിന്ന്. ഒരു ദൈവമേ, അയ്യോ തൊട്ട് വീണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ ഇവിടെ നിന്നത് അവിടെ. ഓക്കെ, അവിടെ ഈ സോംബികൾക്ക് എവിടെ നിന്നാണ് ഇത്ര അധികം കാഴ്ച ശക്തി? ആ അറ്റത്തുനിന്നൊക്കെ വരുന്നത് ഗൈസ്. കുഴപ്പമില്ല, എൻ്റെ വാളുണ്ട്. വാളത് ഇവിടെ വെള്ളമായ കാരണമാണ് ഗൈസ് അവന്മാർ ഇപ്പോഴും വരുന്നത്. പൊക്ക ആ വഴി പൊക്കോ. ഓക്കെ, എക്സ്കുലേറ്റർ. അയ്യോ ഗൈസ്, മുങ്ങിച്ചാവല്ലേ. അവിടെ കുറച്ച് അയണുണ്ട്. സോ എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് ഭയങ്കര ആർത്തിയല്ല ഗൈസ്, അതിജീവിക്കാനുള്ള സോംബി നമ്മളെ നോക്കിയിരുന്നോ. ഞാൻ അവിടെ എൻ്റെ അയണൊക്കെ എടുത്ത് പോവാണ്. നോക്കിയിരുന്നോട്ടെ അവിടെ. അയ്യോ, അല്ലാണ്ട് ഇനിയൊരു പടയായിട്ട് വരും ഗൈസ്. സ്കെൽറ്റൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. സ്കെൽറ്റൻ പിന്നെ അമ്പ് വിട്ട് നമ്മളെ കൊല്ലും. സ്കെൽറ്റനാണ് ഈ ഒരു കേവിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറസ്. സോ നമ്മുടെ കയ്യിൽ പിന്നെ ഷീൽഡും ഇല്ല. എന്ത് കോപ്പുണ്ടാക്കാനാണ്? ധീരന വലിയ ശൂരനാണ്. അയ്യോ, ശൂരൻ ചത്തേ. ഹാഫ് ലൈഫ് ചത്ത്. ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച് ചത്ത്. ദേഷ്യം വരുന്നത്. എന്നെ കൺട്രോൾ ചെയ്യ്. നമുക്ക് വീണ്ടും പോയി അടിച്ചിടാൻ ഗൈസ് അവന്മാരെ. നമുക്ക് എന്തേ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? കൺട്രോൾ വെറും കൈയോടെ ഞാൻ പൊക്കോളാം. എന്നിട്ട് അവന്മാർ നേരെ വന്നാൽ മതിയായിരുന്നു. നേരെ വരെ തന്നെയായിരുന്നു കഴിച്ചു ഞാൻ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഫുഡ് തിന്നായിരുന്നു. ഓക്കെ, ഫുഡ് തിന്ന് പവറാവായിരുന്നു. പക്ഷേ ഫുഡ് തിന്നാനൊന്നും നേരം കിട്ടിയില്ല കഴിച്ചു. അപ്പോഴേക്കും ക്രീപ്പറൊന്ന് പൊട്ടിത്തെറിച്ച് പണ്ടാറും. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട്. അയ്യോ, പകുതി ലൈഫ് ഇവിടെ വെച്ച് തീർന്ന്. ഭീകര സൗമ്യ ഉജ്ജ്വല. ഓക്കെ, വെള്ളത്തിൽ തന്നെ ചാടിക്കോ. അയ്യോ ഗൈസ്, ഇവിടെ വെള്ളമുള്ളത് നല്ലൊരു കാര്യമാണ്. ഭീകര ശരി, അവിടം വരെ പോണ്ടേ? എൻ്റെ സൗണ്ടൊക്കെ മാറി. എൻ്റെ കൺട്രോള് പോയി ഗൈസ് ആ നേരത്ത്. എന്താണെന്നറിയത്തില്ല. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു. നോക്കിയും കണ്ടൊക്കെ ഇറങ്ങാം ഗൈസ് ആ ഒരു വഴി. അയ്യോ, നോക്കിയും കണ്ടു ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൻ ചാട ഇറങ്ങിക്കോളും പട്ടിച്ചക്കൻ. അമ്പോ, വാ എൻ്റെ മുത്തുമണികളെ. ഓ ഗൈസ് ഇവിടെ. ഗൈസ് അയൺ. കൃത്യ സ്ഥലത്ത് തന്നെയാണ് ഗൈസ് ഞാൻ വന്ന് വീണത്. ഒക്കെ ഒരു തുള്ളി ലൈഫ് ഉണ്ട് ഗൈസ് നമ്മുടെ ഈ ഒരു പുള്ളിക്ക്. ഡേട്ടെടുത്ത് ചാടി. യോ, എൻ്റെ മുത്തുമണികളെ കിട്ടുവാ. ആ തുള്ളി ലൈഫ് പോലും ഇല്ല ഗൈസ് നമ്മുടെ പിക്കാക്സിന്. ഒക്കെ മേലിത്തെ കൂടി എടുക്കാം. അയണൊക്കെ ആവശ്യമാണ്. ഇവന്മാരുടെ അടുത്ത് വന്ന് റിവഞ്ച് എടുക്കണം ഗൈസ് എനിക്കിനി. ഷീൽഡൊക്കെ വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ മറ്റേ
വീടുണ്ടാക്കാന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മൈനിങ് ആയിപ്പോയി. കിട്ടിയ ചാൻസ് മുതലെടുത്ത് ഗൈസ്, അത്ര തന്നെ. ഓക്കെ, നമുക്കിനി എങ്ങനെയൊക്കെ ഒന്ന് വീട്ടിൽ പോകാൻ നോക്കാം. വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ നിർത്താം. ഓക്കെ, കോളും കൂടി ഉണ്ട്, കോളും കൂടി നമുക്ക് എടുത്തിട്ട് പോകാം. കാരണം ചാൻസ് മിസ്സാക്കണ്ടല്ലോ. നമ്മുടെ ബ്രെഡൊക്കെ എത്തി, ബ്രെഡ് തീർന്നാ? ഇല്ല ഇല്ല ഇല്ല. ഓ, റോട്ടഡ് ഫ്ലീഷ് അതൊന്നും വേണ്ട. ഓക്കെ, നമ്മുടെ കോപ്പർ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലൈഫ് വെച്ച്. ഓക്കെ, റീജനറേറ്റ്. അയ്യോ, നമ്മുടെ പിക്കാക്സ് പോയാ കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ മറ്റേ ഈയൊരു വുഡൻ്റെ ഉണ്ട്. സോ വുഡൻ്റെ വെച്ച് കോൾ എടുക്കാൻ പറ്റത്തില്ലേ ഗൈസ്? പറ്റുമായിരിക്കും, കോൾ എടുത്ത് നോക്കാം. ആ ഗൈസ്, കോൾ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, നമ്മുടെ HP ലെവൽ 1 ലെവൽ എന്താണ്ട് 1 എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡേർട്ട് വെച്ച് പോവാം, അല്ലാണ്ട് വേറെ വഴിയില്ല. മറ്റേ ഡേർട്ട് വെച്ച് മേലിലോട്ട് കുത്തി വെച്ച് പോവാം. ഡേർട്ട് വെറുതെ കളയല്ലേ, കുറച്ചുള്ളൂ. ഇവൻ ഡേർട്ട് വെറുതെ കളയാട്ടോ. ഡേർട്ട് ഇങ്ങനെ വെച്ച് ഓക്കെ, ചാടിക്കോ. ഓക്കെ, നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കാം എങ്ങനെയാണ് ഞാൻ സ്മെല്ലോട്ട് പോകണേ. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. വെള്ളം ഇപ്പോൾ ശല്യമായി. ഓക്കെ, മേലോട്ട് നമുക്ക് പോകണം. ഓക്കെ, മേലോട്ട് പോകണമെങ്കിൽ നമുക്കൊരു പ്ലാൻ ഇടണം ഗൈസ്. യാ, പ്ലാനിങ് ഗെയിമർ ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര എൻ്റെ വീഡിയോയിൽ ഇത്ര ദേഷ്യപ്പെട്ടിട്ടും ഇത്ര ഇതിലൊക്കെ ആയിട്ടിരിക്കുന്നത്. അയ്യോ, സൈഡിൽ കൂടെ പോ. ഓ, ഇനി ആ തട്ടത്തിൽ നിന്ന് വീണിട്ട് ചത്ത് കഴിഞ്ഞാട്ടല്ലോ മോനെ, പറയുന്നില്ല ഗൈസ്. ഓ ഗൈസ്, അവിടെ അത് സെറ്റ് സ്ഥലമല്ലേ. നമുക്ക് എന്തായാലും അവിടേക്കൊന്നും പോകാൻ പറ്റത്തില്ല. സോ നമുക്ക് ഈ വെള്ളം വഴി പോവാം. ഇവന്മാര് നമ്മളെ സൈഡിൽ കൂടെ. ഓക്കെ, നമ്മളിത് മിഷൻ സക്സസ് ഗൈസ്. മിഷൻ സക്സസ്. അയ്യോ, സക്സസ് അല്ല, പെട്ട് ചാടി ഇറങ്ങിക്കോ, വേറെ വഴിയില്ല. ആ സ്കെൽറ്റൻ തേങ്ങ ഗൈസ്. അയ്യോ ഗൈസ്, ഇവിടേക്ക് വന്നു പുള്ളി. എന്നെ ഇവിടെ വെച്ച് കൊല്ലരുത്. പോടാ. അയ്യോ, ഒരു പടയല്ലേ ഗൈസ് ഇളകി വരുന്നത്. ഭീകര കുശല്യ സൗമ്യ ആരാ. എടാ, എല്ലാം കൂടി എൻ്റെ നെഞ്ചത്തോട്ട് തേങ്ങ. നിക്കടാ. അയ്യോ ഗൈസ്, ഇനി അടുത്ത സോംബിയുടെ വക. സോംബിനെ കൊന്ന്, വേറെ സ്കെൽറ്റനൊന്നുമില്ലല്ലോ. ഓക്കെ, ചത്ത്. ഓ, എല്ലാം കൊണ്ടും മടിയായി ഗൈസ്. നമുക്കിനി എങ്ങനെയെങ്കിലൊക്കെ ഏന്തി വലിഞ്ഞ് മേലിലോട്ട് പോകാൻ നോക്കാം. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മേലിലെത്തണം. ഈ ഒരു കേവിന് വീണത് വലിയൊരു അബദ്ധമായി. എനിക്ക് ഉണ്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരാണ് ഗൈസ് ഈ ഒരു കേവിൽ വീണത് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മേലിൽ കയറാൻ നോക്കാം. ഓക്കെ, ബൈ. സോ ഗൈസ്, നമ്മൾ അതിൻ്റെ ഇടയിലൊരു സൂത്രപ്പിച്ചു. നമ്മൾ ക്രിയേറ്റീവായിട്ട് നേരെ പോകുന്നു കഴിച്ചു, അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്. ഓക്കെ, സോ ക്രിയേറ്റീവായിട്ട് ഒരു വട്ടം ആ സോംബി ക്രിയേറ്റീവ് ആവണേക്കാളും മുമ്പ് ഒരു വട്ടം കൂടി കൊന്നുണ്ടായിരുന്നു. പിന്നെ ക്രിയേറ്റീവായി പോയതൊക്കെ വീണ്ടും എടുത്തു. ഓക്കെ, നമ്മുടെ കളക്ഷൻ നമുക്ക് പോകാം. ഓക്കെ, 20 മറ്റേ സംഭവം 20. അയ്യോ, ഈ സാധനത്തിന് അയൺ 20 അയൺ, പിന്നെ 64 കോബിൾ സ്റ്റോൺ, 29 കോബിൾ സ്റ്റോൺ വേറെ, പിന്നെ 16 നമ്മുടെ വുഡൻ ബ്ലോക്ക്, പിന്നെ 22 വേറെ വുഡൻ ബ്ലോക്ക്, പിന്നെ കോപ്പർ 64 എണ്ണം, പിന്നെ 9 എണ്ണം വേറെ കിട്ടി, പിന്നെ വീറ്റ്, പിന്നെ കോള് 18 എണ്ണം. കോള് 18 എണ്ണം ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കളക്ഷൻ. സോ കളക്ഷനൊക്കെ നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. നമുക്ക് ഫർണൈസൊക്കെ ഉണ്ടാക്കണം കേസിന്. എൻ്റെ കേസ് ആ സമയത്ത് എനിക്ക് ക്രിയേറ്റീവ് ഇല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായില്ല. എല്ലാം എൻ്റെ നേരെ, ഞാനെന്ത് ചെയ്യാനാണ്, ക്രിയേറ്റീവായി. പിന്നെ ഒരു സോംബിനെ കൊന്നു കഴിച്ചു അതിൻ്റെ ഇടയിൽ തേങ്ങ. ഓക്കെ, നമുക്ക് എന്തായാലും
നമ്മുടെ പുതിയൊരു പിക്കാക്സ് ഉണ്ടാക്കണം. കാരണമൊന്നുമില്ല, പിക്കാക്സ് ഉണ്ടാക്കണം, ഇല്ലാണ്ട് എന്നിട്ട്. ഓക്കെ, അയ്യോ സ്റ്റിക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്നു, 3 സ്റ്റിക്ക്. ഓക്കെ, നമ്മൾ 3 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അയണും കോപ്പറൊന്നും പോയില്ല ഗൈസ്, അതന്നെ വലിയൊരു കാര്യം. സോ അയണും കോപ്പറും പോവാണ്ട് നമ്മൾ നോക്കി സേഫാക്കി. ഓക്കെ, പിന്നെ ഒരു ആക്സ് വേണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫർണൈസ് ഉണ്ടാക്കണം. ഫർണൈസ് എന്തിയേ? ഫർണൈസ് നമുക്ക് 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റും, ഒരെണ്ണം മതി. ഓക്കെ, ന്യൂ റെസിപ്പി അൺലോക്കഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മേലിൽ ഇത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അയേൺ എടുത്തിട്ട് ചൂടാക്കണം. ഓക്കെ, ചൂടാക്കാനായിട്ട് നമുക്ക് കോള് നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് എടുക്കാം. സോ നമുക്ക് തൽക്കാലം വുഡൻ പ്ലാങ്ക്സ് എന്തായാലും നമുക്ക് ഇനിയും കിട്ടും. സോ കോള് നമുക്ക് അങ്ങനെയല്ല. ഓക്കെ, നമുക്ക് ഇതെടുത്ത് ഇവിടെ വയ്ക്കുക, ഇതെടുത്ത് ഇവിടെ വയ്ക്കുക, ഒരെണ്ണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മറ്റേ കുക്കാവണ വരെ, കുക്കല്ല ഗൈസ്, ഇതാവണ വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഒരെണ്ണം. ഓക്കെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, പിന്നെ അങ്ങനെയൊക്കെ കുറേ ചെയ്യണം. സോ ഓക്കെ, അത് പതിയെയാണ് ഗൈസ് ചൂടായിക്കൊണ്ടിരിക്കുന്നത്. സോ എത്രയും നോക്കാം, 7 എണ്ണമായിട്ടുള്ളൂ. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കോള് കൊടുത്തതിന് എമറാൾഡ് തരാമെന്ന് പറഞ്ഞ പുള്ളിക്കാരനില്ലേ, എനിക്ക് ആളെ ഒന്ന് പോയി കാണണം. സോ കോള് റെഡി ആയിട്ടുണ്ട്, പുള്ളിക്കാരനെ ഇനി തപ്പണം ഗൈസ്. അയൺ കോളം ചത്താവോ ഗൈസ്? ഒറ്റ ആവശ്യമുള്ള നേരത്ത് പുള്ളീനൊന്നും കാണില്ല. ഓക്കെ, ഈ വില്ലേജ് വരുമ്പോൾ മാത്രം എന്താണ് ഗൈസ് ഇത്ര ലാഗ്? ഓക്കെ, തുടങ്ങി ഗൈസ്. നമ്മുടെ എപ്പിസോഡുകൾ ഇനി ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കും. സോ നമ്മുടെ വില്ലേജിലോട്ട് പോവാം. സോ വില്ലേജിൽ ആകെ ഞാൻ ഈ ഒരു വീട്ടിലും പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. വേറെ വീട്ടിലൊക്കെ നമുക്കിനി കയറണം. സോ അവിടെ നിന്ന് എന്തൊക്കെ കിട്ടാമെന്നൊക്കെ അറിയണം. ആ പുള്ളിക്കാരൻ എവിടെ? അവനെ തപ്പിയാണ് കേസ് നമ്മൾ പോകുന്നത്. ഓക്കെ, ന്യൂ റെസിപ്പി ഉള്ള എന്തോ വിത്തൊക്കെ നമ്മുടെ ഇൻവെൻറ്ററിയിൽ കയറി വന്നിട്ടുണ്ട്. യെസ്, ഇവിടെ ഒറ്റ മനുഷ്യനില്ല കേട്ടോ. വില്ലേജേഴ്സൊക്കെ ചത്താ? ഡേയ് വില്ലേജർമാരെ, എൻ്റെ വില്ലേജിൽ വില്ലേജേഴ്സൊന്നും ഇല്ലേ? വില്ലേജേഴ്സ് ഇല്ലാണ്ട് എന്ത് വില്ലേജാണ് കേസത്? നമുക്ക് എന്തായാലും അടിയിലോട്ട് ഇറങ്ങാം. ഒരു വീട് കത്തിക്കെടുക്കാണ്. അയ്യോ, കത്തിക്കെടുക്കുന്നു, ഫയർ. മറ്റേ അയ്യോ, ഫുള്ളായിട്ട് കത്തി കേസ്. അത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഒരു ഒറ്റ വില്ലേജറില്ല ഗൈസ്. ഇതേതാ പൊതിഞ്ഞു? അപ്പോൾ ഇതിൽ അപ്ഡേറ്റ് വന്നാ? ഓക്കെ, അറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇനി മേലോട്ട് കയറാം ഗൈസ്. വെറുതെ ഇങ്ങോട്ട് വന്ന് ആ വില്ലേജറിനെ ഒന്നും കാണുന്നില്ല കേട്ടോ. ആ അയൺ കോളത്തിനെയും കാണുന്നില്ല. ഞാൻ എൻ്റെ വില്ലേജിൽ ഒറ്റയ്ക്കായി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. നമ്മൾ ഒറ്റയ്ക്കല്ലേ. ആ ഒരു കോള കൊടുത്ത് മറ്റേ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ആൾ ചത്ത് പോയെന്ന് തോന്നുന്നു. ആളെപ്പോൾ കാണുന്നില്ല. ഡെർട്ട് നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. സോ ഡെർട്ടൊക്കെ വെച്ചിനി കയറാം. ഓക്കെ, ഇതും കൂടി പൊളിക്കാം. സോ കയറിപ്പോടാ വേഗം. ഓക്കെ, ചാടിക്കോ, കയറിക്കോ. ദിസ് ഈസ് ക്രിസ്ത്യാനോ മാൻ. ഇവിടെ ഓക്കെ, നമുക്കിനി കുറച്ചുകൂടി പോകാനുള്ളൂ. വേഗം പോ. നമ്മുടെ നേരത്തെ ട്രിക്ക് ഉപയോഗിക്കാം. നമ്മൾ ആ ഒരു കേവിൽ കുടുങ്ങിയപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ വെള്ളത്തിക്കൂടെ മേലിലൂടെ പോയത്. വില്ലേജേഴ്സേ, മറ്റേ വില്ലേജർ എന്ത് ചെയ്യും? ഞാൻ അയാളെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ആളെ മരിച്ചു എന്നുണ്ട്. അപ്പോൾ നമുക്ക് കോള് നമ്മുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കേണ്ടി വരും. തണ്ണിമത്തൻ. ഓക്കെ, ഇവന്മാരെന്തായാലും ഇതൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ നമുക്ക് എന്തായാലും വെട്ടിയെടുക്കാം, ആവശ്യം വരും. ഓക്കെ, ന്യൂ റെസിപ്പി വീണ്ടും അൺലോക്കായി. തണ്ണിമത്തങ്ങ. ഓക്കെ, തണ്ണിമത്തൻ 9 എണ്ണം കിട്ടി. ഓക്കെ, ഒരു തണ്ണിമത്തങ്ങ 9 എണ്ണം. വാവ്, ദാറ്റ് ഈസ് വെരി നൈസ്. ഓക്കെ ഗൈസ്, ഇതെന്താണ് ചേച്ചി ഇങ്ങനെ ഉടുമ്പാന്ന് തോന്നുന്നുണ്ടത്?
ഉടുമ്പ് പോലത്തെ എന്തോ ഒരു ജന്തു. ഓക്കെ, അത് ഞാൻ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അയണൊക്കെ എത്രയും നോക്കാം. വീടിൻ്റെ അകത്ത് ആരും ഇല്ലല്ലോ അല്ലേ? ഫർണസ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇനി 16 എണ്ണമായി. ഓക്കെ, നമുക്ക് എന്തായാലും ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കാം. എല്ലായിടത്തും വെച്ചോ. ഓക്കെ, ന്യൂ റെസിപ്പി അൺലോക്കഡ്. മാറിക്കട അങ്ങോട്ട്. എന്നിട്ട് വേണമെങ്കിൽ എടാ ന്യൂ റെസിപ്പി അൺലോക്കഡ് മാറ്. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് വല്ലതും ഉണ്ടാക്കിയാലേ. അയണിൻ്റെ പിക്കാക്സോ സോഡോ അങ്ങനത്തെ വല്ലതും. ഇതെന്തറത് ഇത്ര ലാഗ്? ഓക്കെ, കുറച്ച് വടി. ആ വടി നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, 22 ഉണ്ട്. വടിയേ അത് നമുക്ക് വടി ഉണ്ടാക്കണം. സോ വടി ഉണ്ടാക്കി വടി എന്തിയേ? വടിയായി ഗൈസ്. ഓക്കെ, 44 വടി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 8 വടി ഉണ്ടാക്കണം. പിന്നെ നമുക്ക് കളിമാറി. ഓക്കെ, ഷീൽഡ് ഗൈസ് ആദ്യം വേണം. ഷീൽഡ് കിട്ടി. ഓ ഗൈസ്, ഷീൽഡ് നമ്മളെ കൈ പിടിച്ച്. പിന്നെ നമുക്ക് പിക്കാക്സ് ഒരെണ്ണം. ഓക്കെ, പിന്നെ ആക്സ് ഒരെണ്ണം. ഓക്കെ, എത്ര മതി ഗൈസ്? നമുക്ക് വലിയ ആർത്തിയൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അയണിൻ്റെ പിക്കാക്സ് ഒക്കെ കൊണ്ടു നടക്കാം. ഓക്കെ, ഈ സീഡൊക്കെ എന്തിനാ കയറിയിരിക്കുന്നത് ഗൈസ്? തേങ്ങ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അയണിൻ്റെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. നമുക്ക് എൻ്റെ ലുക്കൊന്ന് നോക്കണം എനിക്ക്. ഗൈസ്, നമ്മുടെ അയണിൻ്റെ ആർമർ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതെടുത്തിടാം. അടുത്ത് നെഞ്ചത്ത് കയറ്റാം. അയൺ ആർമർ ഇട്. ആർമറിൻ്റെ. ഓക്കെ, ഗൈസ്, കുട്ടപ്പനായി. ഓക്കെ, ഷീൽഡൊക്കെ ആയി. രണ്ടാമത്തെ എപ്പിസോഡിൽ തന്നെ ഇത്ര സെറ്റപ്പായി ഗൈസ്. ഓക്കെ, 3 അയൺ വേറെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അയണിൻ്റെ ഗൈസ് അയൺ വെച്ചിട്ട് ഇനി ആർമർ ഉണ്ടാക്കണോ ഗൈസ്? നമുക്കൊരു പാൻറ്റും കൂടി ഉണ്ടാക്കിയാലേ? വേണ്ട ഗൈസ്, നമുക്ക് ഈ ഒരു അയൺ എടുത്ത് വയ്ക്കാം. എനിക്ക് എടുക്കാൻ മനസ്സ് വരുന്നില്ല. ഓക്കെ, കോൾ വെച്ചിട്ട് നമുക്കൊരു സംഭവം ചെയ്യാനുണ്ട്. കോൾ വെച്ചിട്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. നമ്മൾ മൈനിങ്ങിന് ഇനി നമ്മളെന്തായാലും മൈനിങ്ങിന് പോവും. ഒരു വട്ടം പോയെന്ന് വെച്ച് നമ്മൾ പേടിച്ചിറങ്ങി. പക്ഷെ അടുത്ത വട്ടം മൈനിങ് ഉറപ്പാണ്. ഒരു 12 ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ വീടൊക്കെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ട്രേഡർ ഉണ്ടോ? നിൽക്ക് ഗൈസ്. ഇപ്പം നിർത്താം ഗൈസ് വീഡിയോ. ആ ട്രേഡറിൻ്റെ എന്താ ഉള്ളതെന്ന് നോക്കണം. ട്രേഡർ ഉണ്ടോ? നിൽക്ക് ചേട്ടോയ്. ട്രേഡ് പ്ലീസ് ഗൈസ്. കോള് കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും തരാമോ? പുള്ളിക്കാരന് ഫുള്ള് എമറാൾഡ് വെച്ചിട്ടുള്ള കളിയാണ്. പോടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അതുപോലത്തെ കിടലൻ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം. സോ അതുവരേക്കും ബൈ ഗൈസ്. സോ മൈൻക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. സോ നമ്മളെന്തായാലും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ ബൈ.